ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടിയൊന്നും അല്ല കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. കാരണം നമുക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്. ഇത് ജർജീർ എന്ന് പറയുന്ന ചെടിയുടെ സീഡാണ്. ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. 175 രൂപയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയത്. ഇതാണ് ജർജീറിൻ്റെ ലീഫ്. എൻ്റെ കയ്യിൽ തൈകളില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നു. നമ്മൾ ഒത്തിരി നാളായി ഞാനിത് തൈ പാകണം എന്ന് വിചാരിച്ച് ഈ സീഡ് തിരഞ്ഞു നടക്കുമായിരുന്നു. നഴ്സറികളിലൊന്നും സീഡ് കിട്ടിയില്ല. പക്ഷേ ഇത് നഷ്ടമാണ് കേട്ടോ. കുറച്ച് സീഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു 50 വിത്ത് ഉണ്ടായിരിക്കും. ചെറിയ വിത്തുകളാണ്. അപ്പോൾ വളരെ നഷ്ടം തന്നെയാണ് ഇത് ഇത്രയും വിലയ്ക്ക് വാങ്ങിച്ചാൽ. എന്തായാലും വാങ്ങിച്ചു. ഞാനിത് ചകിരിയൊക്കെ എടുത്ത് അതിൻ്റെ മണ്ണൊക്കെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലുപൊടി ചേർക്കാം, ചാണകപ്പൊടി ചേർക്കാം, ചകിരിച്ചോറ് ചേർക്കാം, അല്പം മണ്ണ് ചേർക്കാം. ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഈ മിശ്രിതം തയ്യാറാക്കുന്നത്. ശരിക്കും ഈ ജർജീറൊക്കെ ഒരു വിരുന്നുകാരനാണ് കേട്ടോ. അറേബ്യൻ നാടുകളിലെ അറബി സഹോദരന്മാരൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സലാഡാക്കിയിട്ട് കഴിക്കാം. പച്ചക്കാണ് ഇത് കഴിക്കേണ്ടത്. ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ജർജീർ. പക്ഷെ നമ്മളിവിടെ അത് ഞാൻ ഒത്തിരി അന്വേഷിച്ച് നടന്നിട്ട് മാളുകളിലൊന്നും കിട്ടിയിട്ടില്ല. മറ്റുള്ള ലീഫുകളൊക്കെ കിട്ടാറുണ്ട്, പക്ഷേ ജർജീർ കിട്ടാറില്ല. ഇപ്പോൾ എല്ലാവരും നടുന്നതായിട്ട് പറയാറുണ്ട്, പക്ഷേ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതെന്തായാലും നന്നായി പാകി നോക്കാം. എത്ര ദിവസം കഴിഞ്ഞാൽ മുളയ്ക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് അതിന് ശേഷം പറയാം. ഇപ്പോൾ നമ്മളെന്തായാലും 2 ചട്ടി മേടിച്ച് വിത്ത് പാകാമെന്ന് കരുതി. പക്ഷേ ഒരു ചട്ടിയിലേക്ക് മാത്രമേ ഈ സീഡ് ഉള്ളൂ, 2 ചട്ടിയിലേക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്ക് പാകി നോക്കാം. ഇത് പാകിയതിന് ശേഷം നമ്മൾ നനച്ച് കൊടുക്കാം. 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് മുള വരും, അങ്ങനെയാണ് അവർ പറഞ്ഞ്. അപ്പോൾ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ മുള വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തൈകളായിട്ടും യൂസ് ചെയ്യാം. കുറച്ച് വലുതായതിനു ശേഷം നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം. ഒത്തിരി ഗുണങ്ങളാണ് ജർജീറിനുള്ളത്. അപ്പോൾ നമുക്ക് നനച്ച് കൊടുക്കാം. 7 ദിവസം കഴിഞ്ഞ് ഇത് മുള വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.